بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സഊദ് ഷിറൈം സംസാരിച്ച വിഷയം അത്തനാഫുസി എന്നതാണ്, അഥവാ മത്സരിക്കുക എന്ന വിഷയമാണ്. അതുപോലെ തന്നെ വിശുദ്ധ മസ്ജിദ് നബവിയിൽ ഡോക്ടർ അബ്ദുൽ ബൈജാൻ സംസാരിച്ച വിഷയം നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നാം ചെയ്യേണ്ടതായ ബാധ്യതയാകുന്ന അവർ നമുക്ക് വേണ്ടിയും ഇസ്ലാമിന് വേണ്ടിയും സേവിച്ച സേവനത്തിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി കൽപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് എപ്പോഴും നാം കടപ്പാടുള്ളവരും അവരെ ആദരിക്കേണ്ടതും അവരെ ബഹുമാനിക്കേണ്ടതും അവർക്ക് വേണ്ടി സലാത്ത് ചെല്ലേണ്ടതുമാണ് എന്ന വിഷയം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി നമ്മെ പരലോകത്തിൽ രക്ഷപ്പെടുത്തുക എന്ന ആ മഹാദൗത്യം നിർവഹിക്കാൻ വേണ്ടി എത്രമാത്രം ഹരീസായിരുന്നു, എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിർബന്ധമുണ്ടായിരുന്നു എന്ന വിഷയത്തെക്കുറിച്ചൊക്കെയായിരുന്നു മദീനയിൽ ചർച്ച നടന്നത്. എന്നാൽ നമുക്ക് മക്കയിലേക്ക് നീങ്ങാം. ഡോക്ടർ സഊദ് ഷിറൈം സംസാരിച്ചപ്പോൾ തനാഫുസിനെക്കുറിച്ച്, അഥവാ ദുനിയാവിലുള്ളതായ ആഡംബരങ്ങളോടുള്ള മതിപ്പും അതിനുവേണ്ടി തന്നെ ജീവിതമാക്കി മാറ്റലും അതിലൂടെ മനുഷ്യന് അവനെ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാതെ വന്നു പോകലും അതിലൂടെ അവന് പരാജയത്തിലേക്ക് എത്താൻ കാരണമായി തീരുന്നതും എന്നീ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം ഉണർത്തിയിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അളീമിൽ യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ടായിരുന്നു മക്ക ഇമാമ സംസാരം ആരംഭിച്ചത്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അറിയുക, ഈ നശ്വരമായ ഈ ദുനിയാവിനെക്കുറിച്ച് അള്ളാഹു എങ്ങനെയാണ് നമുക്ക് രൂപപ്പെടുത്തി തന്നത്, ഈ ദുനിയാവിനെക്കുറിച്ച് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്. ഇന്നമൽ ഹയാത്തുദ് ദുനിയ, യഥാർത്ഥത്തിൽ ഈ ജീവിതം കളിയും വിനോദവും അലങ്കാരവും, അപ്രകാരം തന്നെ പരസ്പരം നിങ്ങൾ അഭിമാനം പറയലും, അതുപോലെ തന്നെ സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം പറയലും, ഇതിൽ മാത്രമാണ് ദുനിയാവ് പരിമിതമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ. അതേ സമയത്ത് അതിനുവേണ്ടി എല്ലായിരുന്നു ദുനിയാവിനെ സൃഷ്ടിച്ചത് റബ്ബുൽ ഇസ്സത്ത്. അള്ളാഹു പറയുന്നു, ഈ ദുനിയാവിനെ സൃഷ്ടിച്ചതായ ലക്ഷ്യത്തിലേക്ക് എത്തിയതായ വിഭാഗത്തിന് മാത്രമേ പരലോകമോക്ഷം നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മാത്രം മുഴുകി അതിനുവേണ്ടി മാത്രം പരിശ്രമിച്ച് അതിൽ മാത്രം അങ്ങുമിങ്ങും മത്സരിച്ച് ജീവിക്കുക എന്നത് ബുദ്ധിജീവിയുടെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ല. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ അത് ചെയ്യാൻ പാടുള്ളതുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അളീമിൽ ഞാൻ നിങ്ങളെ കളിപ്പിച്ച ഈ ആയത്തിൽ തന്നെ അതിന്റെ സമാപനത്തിൽ വഫിൽ ആഖിറതി അദാബുൻ ഷദീദുൻ, അല്ലാഹു പരലോകത്തിൽ കഠോരമായ ശിക്ഷ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികളെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന ആ ബുദ്ധിജീവികൾ ആ ബുദ്ധിയിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാത്ത അത് കാരണത്താൽ അവര് നരകപ്പുള്ളികളായി മാറേണ്ടി വരുമെന്നതായ ആ മഹാ മുന്നറിയിപ്പാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ ആയത്തിന്റെ അവസാനത്തിൽ സമാപനത്തിൽ കുറിച്ചത്. അതാണ് നാം ശ്രദ്ധിക്കേണ്ട ഭാഗം. ഈ ദുനിയാവിന്റെ സ്ഥിതി അങ്ങനെയാണ്. അതിൽ ജനങ്ങൾ ജീവിക്കുന്നത് കളിയിലും വിനോദങ്ങളിലും അലങ്കാരത്തിലും അപ്രകാരം തന്നെ പരസ്പരം അങ്ങുമിങ്ങും മത്സരിക്കുന്ന മത്സരത്തിലുമൊക്കെയാണ്. പക്ഷെ അതിനുവേണ്ടി എല്ലായിരുന്നു അവരെ ഞാൻ സൃഷ്ടിച്ചത്. വഫിൽ ആഖിറതി അദാബുൻ ഷദീദ്, പരലോകത്തിൽ അവർക്ക് കഠോരമായ ശിക്ഷ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേ സമയത്തിൽ തന്നെ പരലോകത്തിൽ എന്തും കൂടിയുണ്ട്, മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ പാപമോചനവും അള്ളാഹുവിൻ്റെ പ്രീതിയും. ഇതൊക്കെ പരലോകത്തിൽ ഈ ദുനിയാവിലുള്ളതായ ആ വിനോദങ്ങൾ ഒഴിവാക്കി
ആ ആഡംബരങ്ങൾ ഒഴിവാക്കി അതിനു വേണ്ടിയുള്ള മത്സരങ്ങൾ ഒഴിവാക്കി അള്ളാഹ് സൃഷ്ടിച്ച ലക്ഷ്യത്തിന് വേണ്ടി ജീവിച്ചവർക്ക് അള്ളാഹുവിന്റെ പ്രീതിയും പരലോക മോക്ഷവും സ്വർഗലോക ജീവിതവും അവർക്കുണ്ട്. അതേ സമയത്ത് നേരെ വിപരീതവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ കുറിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ബാലൻസ് ശരിയാക്കിയിട്ടാണ് ഈ കാര്യത്തിനെ നാം ഗൗനിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ആയത്തിന്റെ സമാപനത്തിൽ അള്ളാഹു പറയുന്നു, മൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഭൗതിക ജീവിതം, ഈ ദുനിയായ ജീവിതം അത് വഞ്ചനയുടെ ജീവിതം മാത്രമാണ്. അപ്പോൾ നാം വഞ്ചിക്കപ്പെടാൻ വേണ്ടിയാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു ഈ വിശദീകരണം നൽകിയതും ഉണർത്തിയതും. അതെ, നാം ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശ അലൈക്കും. നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നു പോകുമെന്നതിലല്ല എനിക്ക് ഭയമുള്ളത്. വലാകിൻ അഖ്ശ അൻ തുബസത അലൈക്കും അദ്ദുനിയ ഫതനാഫസുഹ കമാ തനാഫസുഹ. അഥവാ ദുനിയാവിൽ നിങ്ങൾ മുഴുകുകയും ദുനിയാവിൽ നിങ്ങൾ മത്സരിക്കുകയും ദുനിയാവിൽ നിങ്ങൾ അങ്ങും ഇങ്ങും മുനാഫസത്ത് നടത്തുകയും അതിലൂടെ നിങ്ങൾ പണ്ടുള്ളവർ നശിച്ചതുപോലെ നിങ്ങളും നശിച്ചു പോവുകയും ചെയ്യുക എന്നതിനെയാണ് എനിക്ക് ഭയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. കാരണം ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകളൊക്കെ നമുക്ക് നൽകിയത് ആ നിഅമത്തിലൂടെ അവനിലേക്ക് എത്താൻ വേണ്ടിയാണ്. ആ നിഅമത്ത് ചെയ്തതായ റബ്ബിന് നന്ദി പ്രകടനം നടത്താൻ വേണ്ടിയാണ്. എന്നല്ലാതെ ആ നിഅമത്തിലൂടെ മാത്രം ആസ്വദിച്ച് സുഖിച്ച് ആഡംബരത്തിൽ ജീവിച്ച് മാത്രം നമുക്ക് വിടവാങ്ങാനല്ല ഈ ലോകം. മറിച്ച് ഈ ലോകത്തിന് ശേഷം വേറൊരു ലോകമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ആ ലോകത്തിനെ ഒരു മാധ്യമമാക്കി മാറ്റി പരലോകമോക്ഷത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ബുദ്ധിജീവി. ഇതാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ആയത്തിന്റെ സമാപനത്തിൽ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ ലോകമാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണെന്ന് അള്ളാഹു കുറിച്ചത് എന്തിനു വേണ്ടിയാണ്? ആ വഞ്ചനയെ മനസ്സിലാക്കി ചതിവിനെ മനസ്സിലാക്കി ആ വഞ്ചനയിൽ നിന്നിട്ടും ചതിവിൽ നിന്നിട്ടും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരവസരത്തിൽ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു വന്നപ്പോൾ അദ്ദേഹത്തോട് റസൂൽ പറയുകയുണ്ടായി, നിങ്ങളെ ഞാൻ ഇപ്പോൾ അമീറായിട്ട് ഒരു യുദ്ധത്തിന് വേണ്ടി അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ദുനിയാവ് നേടാം പരലോകമോക്ഷം നേടാം എന്ന് പറയും പോലെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞ കൂട്ടത്തിൽ ഫയഗ്നമകല്ലാഹു ബിൽ ഫൗസി, നിങ്ങൾക്ക് അതിലൂടെ ഗനീമത്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമല്ലോ, അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സമ്പാദ്യം നേടാൻ സാധിക്കുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അംർ ബിൻ ആസ് പറയുകയുണ്ടായി, റസൂലേ, ഞാൻ മുസ്ലിമായത് യഥാർത്ഥത്തിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ദുനിയാവിന് വേണ്ടിയല്ല, മറിച്ച് ഈ ഇസ്ലാമിലൂടെ ഈ ഇസ്ലാമിന് സേവനം ചെയ്യലിലൂടെ പോരാട്ടങ്ങളിലൂടെ യുദ്ധങ്ങളിലൂടെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കലിലൂടെ എനിക്ക് അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കണം, പരലോക മോക്ഷം നേടണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിന് വേണ്ടിയാണ് മുസ്ലിമായത്, ഇസ്ലാമിലുള്ളതായ ബാധ്യത നിർവഹിക്കാൻ വേണ്ടിയാണ് മുസ്ലിമായത് എന്നല്ലാതെ സമ്പാദിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകിയത് എന്താണ്? നിഅമൽ മാലുസ് സാലിഹു ലിൽ മർഇസ് സാലിഹി. ഏറ്റവും നല്ല സമ്പാദ്യം അഥവാ സാലിഹായ മനുഷ്യന് സാലിഹായ സമ്പാദ്യം സമ്പാദിക്കുക എന്നത് അത് നല്ല കാര്യമാണ്, അത് വിരോധിക്കപ്പെട്ട കാര്യമല്ല. അപ്പോൾ ഇവിടെ ഈ തനാഫുസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മക്ക ഇമാം ചർച്ച ചെയ്തതായ മത്സരം അത് ഇഹലോകത്തിന് വേണ്ടി ആവാൻ മാത്രം പാടുള്ളതല്ല, മറിച്ച് ആ മത്സരം അഥവാ ഈ ഭൗതിക നേട്ടങ്ങൾ ഭൗതിക സമ്പാദ്യങ്ങൾ സമ്പാദിക്കുക എന്നതിലൂടെ പരലോകമോക്ഷം നേടുക എന്നതും അള്ളാഹുവിന്റെ പ്രീതി നേടുക എന്നതും സ്വർഗത്തിൽ ലോകത്തിലേക്ക് എത്തുക എന്നതും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ ആ സമ്പത്തിലൂടെ പരിശ്രമിക്കുക എന്നതുമാണ്. അങ്ങനെ നമ്മുടെ നേതാക്കൾ പരിശ്രമിച്ച പരിശ്രമങ്ങളെയായിരുന്നു പിന്നെ മക്ക ഇമാം ഉണർത്തിയത്. 10ഓളം വരുന്നതായ അശ്റത്തുൽ മുബശ്ശിരീങ്ങളായ സഹാബാക്കളിൽ പരിശോധിച്ചാൽ ധാരാളം പേർ അവരുടെ കൂട്ടത്തിൽ കോടീശ്വരന്മാരും അപ്രകാരം തന്നെ സമ്പത്തുള്ളവരെയും നമുക്ക് കാണാം. ഉദാഹരണത്തിന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അദ്ദേഹത്തിനെ പോലത്തവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനും റസൂൽ കൊണ്ടുവന്നതായ ഈ മതത്തിനും അതിന്റെ വിജയത്തിനും അതിനു വേണ്ടിയുള്ളതായ പോരാട്ടങ്ങൾക്കും മത്സരങ്ങൾക്കും ചെലവഴിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ അവരെ കൊണ്ട് സാധിച്ചത് അവരുടെ കൂടെ സമ്പത്തുള്ളത് കൊണ്ടാണ്, അവരുടെ കൂടെ കാശുള്ളത് കൊണ്ടാണ്, അവരുടെ കൂടെ സാമ്പത്തിക ശേഷിയുള്ളത് കൊണ്ടാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ നഫഅനി മാലുൻ ഖത്തു കമാ നഫഅനി മാലു അബീ ബക്കർ. എനിക്ക് ഒരാളുടെ സമ്പത്ത് കൊണ്ടും പ്രയോജനമുണ്ടായിട്ടില്ല, ഇസ്ലാം
ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സമ്പത്തിലൂടെ പ്രയോജനമുണ്ടായതുപോലെ അപ്പോൾ സമ്പത്തിലൂടെ നമുക്ക് ഫലമുണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല, സമ്പത്ത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി അനിവാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും പോലെ. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പല സന്ദർഭങ്ങളിലായി മക്കയിലുള്ളതായ വിശുദ്ധ മസ്ജിദുൽ ഹറാമിന്റെ ആദ്യത്തെ വികസനം നടത്തിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നതായ വീടുകളെയെല്ലാം ഭൂമികളെയെല്ലാം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വിലക്ക് വാങ്ങിയിട്ട് ആ സ്ഥലത്തെ മസ്ജിദുൽ ഹറാമിലേക്ക് കൂട്ടിച്ചേർത്ത് വികസിപ്പിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ഖലീഫയായിരുന്ന സന്ദർഭത്തിൽ മദീനയിൽ മസ്ജിദുൻ നബവിയുടെ വികസനം ആദ്യം നടന്നതായ വളരെ വിശാലമായ വികസനം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ കാശിലൂടെയായിരുന്നു. അദ്ദേഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതായ ഭൂമികളെയും വീടുകളെയെല്ലാം വാങ്ങിയിട്ട് അതിനെ ഇസ്ലാമിന് വേണ്ടി അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ സമ്പത്തിലൂടെ പരലോകത്തിലേക്കും ഇഹലോകത്തിലേക്കും നേടാൻ സാധിക്കും എന്നതാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ പഠിപ്പിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബീറു റോമ എന്ന യഹൂദിയുടെ കയ്യിലുണ്ടായിരുന്നതായ ആ കിണറിനെ വാങ്ങി ഇസ്ലാമിന് വേണ്ടി മഹാനായ ഉസ്മാൻ ഹദിയ ചെയ്തതായ സന്ദർഭത്തിൽ, സമർപ്പിച്ചതായ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണ്? മാ ദറ ഉസ്മാനു മാ അമില ബഅദൽ യൗം. ഇനി ഉസ്മാൻ എന്ത് കാട്ടിയാലും ആ ഉസ്മാനിന് ദ്രോഹമുണ്ടാകുന്നതല്ല റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അംഗീകാരം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് സ്വർഗം ലഭിക്കാനുള്ളതായ മാധ്യമങ്ങളൊക്കെ ആ സമ്പത്തിലൂടെയാണ് സാധിച്ചത് എന്നതാണ് നാം കണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ളതായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലത്തതായ, സഅദ് ഇബ്നു അബി വഖാസിനെ പോലത്തതായ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ടതായ പല പല സഹാബാക്കളിലും ഇങ്ങനെയുള്ളതായ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം തനാഫുസ് എന്ന മക്ക ഇമാം ചർച്ച ചെയ്ത മത്സരം എന്നതായ വിഷയം, ആ മത്സരം അതിന്റെ അനിസ്ലാമിക വശം ആണ് ഇസ്ലാം വിരോധിക്കുന്നത്. അഥവാ നമ്മുടെ ലക്ഷ്യം തന്നെ ഭൗതിക നേട്ടങ്ങളും ഭൗതിക സമ്പാദ്യവുമായി മാറുക. അതിലൂടെ നാം മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന വിലവെക്കാതെ അതിന് മാത്രം മുഴുകി അതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരായി മാറുക. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന രൂപത്തിലും അവന് കോപമുണ്ടാകുന്ന രൂപത്തിലുമായി മാറലും അതിലൂടെ അവർക്ക് ഇഹലോകത്തിൽ ഒരു പക്ഷേ സമ്പാദിച്ചതിലൂടെ അവർക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് അതിലൂടെ നാശവും നഷ്ടവുമാണ് വരിക. അതുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു വഫിൽ ആഖിറതി അദാബുൻ ഷദീദ്. ആ ഉദാഹരണം വളരെ വളരെ അർത്ഥവത്തായ വളരെ അർത്ഥഗാംഭീര്യതയുള്ളതായ ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചത്. ഈ ദുനിയാവ് കളിയും വിനോദവും അലങ്കാരവും ഒക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം കമസലി ഗൈസിൻ അഅജബൽ കുഫാർ, കൃഷിക്കാർക്ക് അത്ഭുതം തോന്നുന്ന വളരെ ഇഷ്ടപ്പെടുന്നതായ രൂപമാണ് അവർ കൃഷി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുണ്ടാക്കിയതായ കൃഷിയിൽ നിന്നിട്ട് ഉൽപ്പാദിച്ചതായ ഉൽപ്പന്നങ്ങളിലൂടെ അവർക്ക് വളരെ സന്തോഷമുണ്ടാകുന്നു. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. സുമ്മ യഹീജു, ആ കൃഷികൾ പിന്നെ ഉണങ്ങുന്നു. പിന്നെ ഉണങ്ങിയതിന് ശേഷം അത് മഞ്ഞ കളറായി മാറുന്നു. പിന്നെ അത് തുരുമ്പിപ്പോവുകയും അത് നശ്വരമാവുകയും ചെയ്യുന്നു. ഈ ഉദാഹരണമാണ്. മഴ വന്നു കഴിഞ്ഞാൽ പുഷ്ടി ഉണ്ടായി, അല്പം കഴിഞ്ഞാൽ പുഷ്ടിയുള്ളതിലൂടെ അവർ ആസ്വദിച്ചു, അല്പം കഴിയുമ്പോൾ അത് ഉണങ്ങി, അത് താറുമാറായി, അത് തകർന്നു തരിപ്പണമായി. ഇതുപോലെയാണ് ഈ ദുനിയാവിന്റെയും സ്ഥിതി. ഇന്ന് നമുക്ക് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവര പോലെ ഇവിടെ നാം വളരെ നല്ല സമ്പാദ്യം കാണും, നല്ല നല്ല ആസ്വാദനങ്ങൾ കാണും. ഇതിനോടെല്ലാം എന്നേക്കുമായി വിട വാങ്ങേണ്ടി വരുന്നതായ ഒരു ദിവസം നമുക്ക് വരാൻ പോകുന്നുണ്ട്. അത് ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ സമാപനം കുറിക്കുമ്പോൾ ഈ ലോകത്തോട് വിട വാങ്ങേണ്ടി വരുന്നു. അപ്പോൾ ദുനിയാവ് ഇവിടെ എപ്പോഴും താമസിക്കാനുള്ളതല്ല, സ്ഥിരതാമസമുള്ളതല്ല. ഇവിടെ ആരും സ്ഥിരതാമസം ഉണ്ടായിട്ടില്ല, നബിമാർക്ക് വരെ ഉണ്ടായിട്ടില്ല. പിന്നെയിലെ നമ്മുടെ സ്ഥിതി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ സമാപനത്തിൽ ഇത് വഞ്ചനയുടെ ലോകമാണ്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങൾക്ക് ഞാൻ നൽകിയതായ അനുഗ്രഹങ്ങളെ, നിങ്ങൾക്ക് ഞാൻ നൽകിയതായ ആ സമ്പത്തുകളെ, സമ്പാദ്യങ്ങളെ അത് എന്റെ വഴിയിൽ ചെലവഴിച്ച് എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടണം എന്നീ കാര്യങ്ങളൊക്കെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളോട് പല തവണയായി ഊന്നി പറഞ്ഞുകൊണ്ടേ മടക്കി പറഞ്ഞുകൊണ്ടേ
വരുന്നതായ ഭാഗം, ആ ഭാഗത്തിലേക്കായിരുന്നു മക്ക ഇമാം ഇന്ന് സൂചിപ്പിച്ചത്. എന്നാൽ വളരെ ഷോർട്ടായിട്ടാണ് മക്ക ഇമാം സംസാരിച്ചത് എങ്കിലും നാം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു പോയിന്റാണ് എന്ത്, ഈ തനാഫുസ് എന്ന് പറയുമ്പോൾ, ആ മത്സര ബുദ്ധിയോട് കൂടിയുള്ളതായ സമ്പാദ്യം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ കൽപ്പന മറന്നുകൊണ്ടോ അള്ളാഹുവിന്റെ മതം മറന്നുകൊണ്ടോ നമ്മെ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യം മറന്നുകൊണ്ടോ ആവാൻ പാടുള്ളതല്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. മദീന ഇമാം സംസാരിച്ച വിഷയത്തിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് നിങ്ങൾക്ക് അനുഗ്രഹീത പുരുഷനായിട്ടും, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കൊരു ദൂതനെ ഞാൻ ഇതാ നിയോഗിച്ചിരിക്കുകയാണ്. റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അദ്ദേഹം നിങ്ങളുമായുള്ള ടച്ച് എങ്ങനെയാണ്, നിങ്ങൾ പ്രയാസപ്പെടുന്നവർക്ക് കണ്ടു സഹിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ പ്രയാസപ്പെടാത്ത രൂപത്തിൽ, നല്ല രൂപത്തിൽ നിങ്ങൾ ജീവിച്ച് കിട്ടണം, നിങ്ങൾ മുസ്ലിമായി കിട്ടണം, നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും വിജയം നേടി കിട്ടണം, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇറക്കിയതായ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്കത് ആസ്വദിക്കാനും ഉള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടായി കിട്ടണം, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കിട്ടണം എന്നൊക്കെ റസൂലുള്ളാഹിക്ക് നിർബന്ധമായിരുന്നു. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾ സത്യവിശ്വാസികളായ മുസ്ലിങ്ങളോട് അങ്ങേയറ്റം അലച്ച അല്ലെങ്കിൽ അത്യാഗ്രഹം പുലർത്തലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനായി കിട്ടണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്. അതിനുവേണ്ടി അടിയും ശകാരവും ചീത്തയും അതുപോലെ തന്നെ ധാരാളം കഷ്ടതകളും അനുഭവിച്ചു. നാട് വിട്ടോടേണ്ട പ്രയാസമുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലം തുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. നിങ്ങൾ അവരുടെ ബേക്കിൽ അവരൊന്ന് മുസ്ലിമായി കിട്ടട്ടെ എന്ന നിർബന്ധം പുലർത്തിയും കൊണ്ട്, നിങ്ങൾ അതിനു വേണ്ടി അത്യാഗ്രഹം പുലർത്തിയും കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അത്രയും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന രൂപത്തിലായിപ്പോയല്ലോ എന്ന് അള്ളാഹു സംസാരിച്ചതായി കാണാം സൂറത്തുൽ കഹ്ഫിൽ. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് അത്യാഗ്രഹമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തുകൾ, അത് ഉമ്മത്തുൽ ദഅവയാവട്ടെ ഉമ്മത്തുൽ ഇസ്തിജാബയാവട്ടെ, അഥവാ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു കിട്ടണം, സത്യവിശ്വാസികളായി കിട്ടണം എന്ന നിർബന്ധമായിരുന്നു. എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സന്തോഷവാർത്ത നൽകുന്നു. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരാമെന്ന് ഉറപ്പ് നൽകിയതായ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരുന്നു. അതെല്ലാം ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവത. എല്ലാ നബിമാരും ആ ദഅവത്ത് ഈ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിനോട്. അള്ളാഹു വാഗ്ദാനം ചെയ്തതായ പ്രാർത്ഥനകൾ എല്ലാ നബിമാരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അതിന് മറുപടി ലഭിക്കുകയും അതിലൂടെ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ഇന്നി ഇഖ്തബഅതു, പക്ഷേ ഞാൻ ഒളിപ്പിച്ചു വെച്ചു, ഞാൻ പിന്തിപ്പിച്ചു വെച്ചു. എനിക്ക് അള്ളാഹു ചെയ്തു തന്നതായ ആ ദഅവത്തിനെ എന്തിനു വേണ്ടിയാണ്? എൻ്റെ ഉമ്മത്തുകൾക്ക് ശഫാഅത്തിന് വേണ്ടി പരലോകത്തിൽ പ്രാർത്ഥിക്കാൻ, ആ ശഫാഅത്തിന് വേണ്ടി ആവശ്യപ്പെടാൻ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഹിയ നായിലത്തുൻ, ആ ശഫാഅത്ത് എൻ്റെ ഉമ്മത്തുകൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിബന്ധന എന്താണ്? മമ്മാത മിൻഹും ലാ യുശ്രികൂന ബില്ലാഹി ശൈആ. പക്ഷേ അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹുവിന് മാത്രം നേർച്ചയാക്കി അറുത്ത്, അള്ളാഹുവിന് മാത്രമല്ല ആരാധനകളെ സമർപ്പിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ ദാസികളായി ജീവിച്ച വിഭാഗത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തു വെച്ചതാണ് എന്ത്? ആ പരലോകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശഫാഅത്തിന് അധികാരം കൊടുക്കുക എന്നത്. ആ ശഫാഅത്തിന്റെ അധികാരം കൊടുക്കുന്ന സന്ദർഭത്തിൽ ശഫാഅത്ത് ലഭിക്കൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച ഒറിജിനൽ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർക്ക് മാത്രമാണ്. റസൂലിനെ കുറിച്ച് വീണ്ടും തുടർന്നു വേറെ ഹദീസുകളിലൂടെ, മതലീക മസലു റജുലിൻ, എന്റെ ഉദാഹരണം ഈ രൂപത്തിലാണ്. ഒരു മനുഷ്യൻ തീ ഉണ്ടാക്കുന്നു, തീ പുകപ്പിക്കുന്നു. ഇസ്തൗഖദ നാറ ഫലമ്മ അല്ലാഅത്, അത് അതിന്റെ പരിപൂർണത കുറിച്ചപ്പോൾ പാറ്റകൾ വന്നിട്ട് അതിലേക്ക് വീഴാൻ ആരംഭിക്കുന്നു. അപ്പോൾ ആ പാറ്റകളെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നതുപോലെ ഇവിടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മളോട് വാണിംഗ് നൽകിയതായ ആ നരകത്തിന്റെ പരിസരത്തിൽ നിന്നുകൊണ്ട് അന ആഖിദും ബിഹുജസികും അനിന്നാർ, നിങ്ങൾ നരകത്തിലേക്ക് ഓരോരുത്തരും വീഴുകയാണ്, ഓരോരുത്തരും വന്ന് വീഴുകയാണ്. ഏതുപോലെ ആ പാറ്റകൾ വീഴുന്നത് പോലെ ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ബേക്കിലേക്ക് നിങ്ങൾ ഹലുമ്മ അനിന്നാർ, നരകത്തിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടു നിൽക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഫതഗ്രിബൂനനി, നിങ്ങൾ എന്റെ വാക്ക് കൂട്ടാക്കാതെ നിങ്ങൾക്ക് നരകത്തിൽ ചാടണമെന്ന നിർബന്ധം പോലെ. ഫതഖഹമൂന ഫിഹാ, നിങ്ങൾ അതിലേക്ക് വീഴുന്നു, ഏതുപോലെ പാറ്റകൾ വീഴും പോലെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉദാഹരണമായിട്ട് നമുക്ക് പഠിപ്പിച്ചത്. റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിടം മുതൽ പോയത് വരെ, അഥവാ ദഅവത്ത് ആരംഭിച്ചിടം മുതൽ അവസാനിക്കുന്നത് വരെ ഉമ്മത്തുകളോട് നിങ്ങൾ സ്വർഗവാസികളാവണം, നിങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പാടുപെടണം, നിങ്ങൾ നരകത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെടണം, അതിനുവേണ്ടിയാണ് നിങ്ങളിലേക്ക് എന്നെ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെയ്തു കൊടുത്തതായ ആ വിശാലമായ അനുഗ്രഹത്തെ ഖുർആനിൽ പല രൂപത്തിൽ പല ഇനങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ കൂട്ടത്തിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിപ്പോൾ പറഞ്ഞു തരുന്നത്. നിങ്ങളെ പരലോകമോക്ഷം നേടാൻ വേണ്ടിയുള്ളതായ ആ പരിശ്രമം ഞാൻ നടത്തുക തന്നെ ചെയ്യും. മറ്റു നബിമാരെല്ലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് അള്ളാന്റെ വാഗ്ദാനം അനുസരിച്ചിട്ട് പ്രാർത്ഥിച്ചതായ ആ പ്രാർത്ഥനകളല്ല എന്റെ പ്രാർത്ഥന. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാക്കി മാറ്റിയ പ്രാർത്ഥനയാണ്. അത് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായ ശഫാഅത്തിനെ അള്ളാഹ് അംഗീകരിക്കണം എന്നത് എന്റെ നിർബന്ധമായിരുന്നു. ഒരവസരത്തിൽ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ചിട്ട് സുന്നത്ത് നമസ്കരിച്ചു. നമസ്കാരത്തിൽ ഒരായത്ത് ഓതിക്കൊണ്ട്, ഒരായത്ത് മാത്രം ഓതിയും കൊണ്ട് ഒരു രാത്രി കഴിച്ചു കൂട്ടി. നമസ്കാരത്തിൽ ആ ആയത്തിൽ യഥാർത്ഥത്തിൽ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം എന്നതായ ആ ആയത്ത് നാം പലപ്പോഴും കേട്ടതാണ്. എന്താണ് അതിന്റെ അർത്ഥം? മഹാനായ ഈസ നബി അലൈഹിസ്സലാം പരലോകത്തിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് വിചാരണ ചെയ്യപ്പെടുന്നു. ആ സന്ദർഭത്തിൽ അവരോട് ചോദിക്കുന്നു, ലോക ക്രിസ്ത്യാനികളോട് നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാനും നിങ്ങളെ ആരാധിക്കാനും നിങ്ങളുടെ ഉമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാനും അവരാരാധിക്കാനും ഇതൊക്കെ നിങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഈസ അവിടുന്ന് പറയുന്നതാണ്, റബ്ബേ അതില്ല എന്നതും ഞാൻ എന്ത് പറഞ്ഞു എന്നതും ഒക്കെ നീ അറിയുന്ന കാര്യമാണല്ലോ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, അഥവാ ലോക ക്രിസ്ത്യാനികളായ അള്ളാഹുവിന്റെ കൂടെ ശിട്ടികളെ പങ്കു ചേർത്ത് ഈസ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈസ നബി അലൈഹി ഇസ്ലാമിനെ നേർച്ചയാക്കി അവരെ ആരാധ്യ വസ്തുവാക്കി കണ്ടതായ ആ വിഭാഗത്തെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമയാണ്. വൈൻ തൗഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ മാന്യനാണ് എന്നീ പദം ഉൾക്കൊള്ളുന്നതായ ആയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പൊട്ടി കരഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സന്ദർഭത്തിൽ ജിബ്രീൽ വന്ന വാർത്തയും എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ച വാർത്തയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എനിക്ക് എൻ്റെ ഉമ്മത്തുകളുടെ കാര്യത്തിൽ പറയണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഉമ്മത്തി അവരെ രക്ഷിക്കുന്ന കാര്യം, അവർക്ക് ശഫാഅത്തിന്റെ അധികാരം എനിക്ക് തരുന്ന കാര്യം, അവരെ പരലോകത്തിൽ ശഫാഅത്തിലൂടെ എനിക്ക് അവരെ മോചിപ്പിക്കാൻ പറ്റുന്ന കാര്യം, അതൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാർത്തയും ഇവിടെ സ്മരണീയമാണ്. അതും മദീന ഇമാം ഉണർത്തിയതായ ഭാഗങ്ങളിൽ പെട്ടതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി ദുനിയാവിൽ പാടുപെട്ട് കഷ്ടപ്പെട്ട് യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടത്തിയതിന് പുറമെ നമുക്ക് വേണ്ടി നമ്മെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മാധ്യമങ്ങൾ ഇവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹിനോട് ചോദിച്ച് വാങ്ങി അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്തയും വാഗ്ദാനവും ചെയ്തതിന്റെ ശേഷമേ റസൂലുള്ളാഹി ഇവിടുന്ന് നമ്മളോട് വീട് വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെയുള്ളതായ മഹാവ്യക്തിയോട്, മഹാനേതാവിനോട് നമുക്ക് കടപ്പാടില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ആ കടപ്പാട് എങ്ങനെയാണ് നാം പ്രകടമാക്കേണ്ടത്? ആ കടപ്പാട് അവരെ പിന്തുടരലിലൂടെ, അവരോടുള്ളതായ ഇത്തിബായിലൂടെ, അന്ധമായ അനുകരണത്തിലൂടെ, അവരുടെ പിന്നണിനിരക്കലിലൂടെ നാമും നമ്മുടെ പരിസരവും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മക്കളും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്നവരും അവരെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യഥാർത്ഥ ഉമ്മത്തുകളായി അവരോട് ഖൗലൻ വഫിഅലൻ വഅമലൻ വഅതിഖാദ, വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെയും ആദർശത്തിലൂടെയും എല്ലാം അവരെ അനുസരിച്ച് അന്ധമായി അവരുടെ പിന്നിൽ നടന്ന് ജീവിക്കുന്നതായ ആളായി മാറണം. എന്നാലാണ് ആ മഹാഭാഗ്യത്തിലേക്ക്, ആ ശഫാഅത്തിലേക്ക്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ മഹാനേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നതാണ്. നേരത്തെ പറഞ്ഞതായ ആ ശഫാഅത്തിന്റെ ഹദീസിന്റെ അവസാനത്തിൽ മമ്മാത വലം യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കാതെ, അത് വലിയനെയാവട്ടെ നബിയിനെയാവട്ടെ ഒരു മഖ്ലൂഖിനെയും പങ്കു ചേർക്കാതെ, ജിന്നിനെയാവട്ടെ മനുഷ്യനെയാവട്ടെ ബിംബങ്ങളെയാവട്ടെ ആരെയും പങ്കു ചേർക്കാത്ത രൂപത്തിൽ ഒരാൾ ഇവിടെ മുസ്ലിമായി സത്യവിശ്വാസിയായി ജീവിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ അന്ധമായി അനുകരിച്ച് പിന്തുടർന്ന് ജീവിച്ച് ഇവിടെ ജീവിതം കഴിച്ചു കൂട്ടിയ ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം
ഭാഗ്യം കിട്ടിയ ഉമ്മത്തുകൾക്കുള്ള പ്രത്യേകതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തിൽ ശഫാഅത്ത് ചെയ്യുമെന്നതായ ആ ശഫാഅത്തുൽ ഉദ്മയിൽ പങ്കെടുക്കാൻ. റസൂലുള്ളാഹി ഇതൊക്കെ പറഞ്ഞതോടുകൂടി ആ ശഫാഅത്തിന്റെ അധികാരം റസൂലുള്ളാഹിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മോട് കൽപ്പിച്ചു. 5 വക്ത് നമസ്കാരത്തിന്റെ മുമ്പിലുള്ള ബാങ്ക് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ച കൽപ്പനയിൽപ്പെട്ടതാണ്. മദീന ഇമാമിൻ ഉണർത്തുകയുണ്ടായി, നിങ്ങൾ റസൂലുള്ളാഹിക്ക് വേണ്ടി വസീലയ്ക്ക് വേണ്ടി ഫളീലയ്ക്ക് വേണ്ടി ചോദിക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി വസീലയ്ക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് നാം എല്ലാവരും ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ വരുന്നത്. അതെന്താണ്? ആതി മുഹമ്മദിനിൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്ത, നീ വാഗ്ദാനം ചെയ്തതായ ആ സ്തുത്യർഹമായ ആ ശഫാഅത്തുൽ ഉദ്മയുടെ അധികാരം കിട്ടുന്ന ആ മേഖലയിലേക്ക്, ആ ഭാഗ്യത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നീ എത്തിക്കണേ എന്ന് നമ്മോട് പ്രാർത്ഥിക്കാനും കൂടി കൽപ്പിച്ചിരിക്കുകയാണ്. റസൂൽ പറയുന്നു, ഇങ്ങനെ ഒരാളെ എല്ലാ നമസ്കാരത്തിന്റെ മുമ്പിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വജബത്ത് ലഹു ശഫാഅത്തി, അവൻ എൻ്റെ ശഫാഅത്ത് നിർബന്ധമായി ലഭിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാഗ്ദാനം ചെയ്തതാണ്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാധ്യത അത് വെറും സലാത്ത് ചൊല്ലലിൽ കൂടി മാത്രമല്ല, സ്നേഹിക്കലിലൂടെ മാത്രമല്ല, മദ്ഹ് പറയലിലൂടെ മാത്രമല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ കടപ്പാട് വീട്ടൽ അത് റസൂലുള്ളാഹിനെ പിന്തുടരലിലൂടെയാണ്, ഇത്തിബാഇലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ പിന്തുടർച്ച കൈക്കൊള്ളാത്ത രൂപത്തിൽ സലാത്തിൽ മാത്രം പരിമിതമായാൽ പ്രയോജനമില്ല എന്നതാണ് ഖുർആന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ എന്ന് അല്ലാഹു മടക്കി പറഞ്ഞത്. അതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠവും അത് തന്നെയാണ്. അപ്പോൾ ഈമാനോടുകൂടി റസൂലുള്ളാഹിനോടുള്ളതായ പിന്തുടർച്ച കൈക്കൊള്ളുക എന്നത് നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധന വെക്കാൻ കാരണം നാം പഠിച്ച മെയിൻ തത്വങ്ങളിൽപ്പെട്ടതാണ്. നാം ഇവിടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന വേളയിൽ എങ്ങനെ ആരാധിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ അണിനിരന്നുകൊണ്ട് ആരാധിക്കണം. അവർ നിസ്കരിക്കാൻ പഠിപ്പിച്ചതുപോലെ, അവർ നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ചതുപോലെ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചതുപോലെ ആ രൂപത്തിലല്ലാതെ ആരാധിച്ചാൽ ഒരിക്കലും നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതല്ല. ഇതെല്ലാം ചെയ്തതോടൊപ്പം റസൂലുള്ളാഹിന്റെ പ്രത്യേകതകളും റസൂലുള്ളാഹിന്റെ സീറകളും റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായ യുദ്ധങ്ങളും പോരാട്ടങ്ങളും റസൂലുള്ളാഹിയുടെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക ജീവിതവും ഇതെല്ലാം പഠിക്കലും പഠിപ്പിക്കലും നമ്മുടെ ബാധ്യതകളിൽപ്പെട്ടതാണ്, ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്, നമ്മുടെ ചുമതലയിൽപ്പെട്ടതാണ്. അതൊക്കെ നാം ചെയ്യേണ്ടതും ആണ്. അത് ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല, അത് നമ്മെ ഇസ്ലാം നമ്മളോട് ശാസിച്ചതും കൽപ്പിച്ചതും നമ്മെ പ്രേരിപ്പിക്കുന്നതുമായ കാര്യമാണ്. അതിൽ പെട്ടത് തന്നെയാണ് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാത്ത് ചെല്ലുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹു സലാത്ത് ചെല്ലുക? അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുഗ്രഹിക്കുക, അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുക, വസീലയിലേക്കും ഫദീലയിലേക്കും മഖാമ മഹ്മൂദിലേക്കൊക്കെ ഉയർത്തുക. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലുന്നതായ സലാത്തിന്റെ രൂപത്തിൽപ്പെട്ടതാണ്. അതേ സമയത്ത് മലക്കുകൾ ചെല്ലുന്ന സലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഷിട്ടികൾ ആരായിരുന്നാലും നാമും അങ്ങനെ. അപ്പോൾ നാം റസൂലുള്ളാഹിക്ക് സലാത്ത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, റസൂലേ എങ്ങനെ സലാത്ത് ചെല്ലണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു സഹാബാക്കൾക്ക് സലാത്ത് ചെല്ലേണ്ട രൂപങ്ങൾ. അതിന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലേണ്ടതായ രൂപങ്ങൾ 5 or 6 ലഫ്ളുകളിലൂടെ സഹിഹായ ഹദീസുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് കാണാം. അതിലേറ്റവും മഷ്ഹൂറത്തായതും മഅറൂഫത്തായതുമായ സലാത്താണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് എന്നതായ നാം സാധാരണ ചെല്ലാറുള്ളതായ ഇബ്രാഹിം സലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നതായ അത്തഹിയ്യാത്ത് ഓതുന്ന സന്ദർഭത്തിൽ ഓതാറുള്ളതായ സലാത്ത്. അപ്പോൾ അള്ളാഹിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചെല്ലാനുള്ളതായ സലാത്തായിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച, റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ച സലാത്തിൽപ്പെട്ടത് കൂടിയാണ് അത് എന്നത് നാം മനസ്സിലാക്കണം. ഇത് നാം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വാക്കിലൂടെ കടപ്പാട് നിർവഹിക്കാൻ ഭൂമിയിൽ വെച്ചിട്ട് നാം ചെയ്യേണ്ടതായ ആ കടപ്പാടിൽ പെട്ടതാണ്, ആ നിർബന്ധ ബാധ്യതയിൽ പെട്ടതാണ് റസൂലുള്ളാഹിക്ക് നമസ്കാരത്തിന്റെ അകത്തുള്ള സലാത്ത്. അതുപോലെ മറ്റു സലാത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ച നിർബന്ധമായ സലാത്ത് അതെവിടെയാണ്? റസൂലുള്ളാഹിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ അവരുടെ പേരിൽ സലാത്ത് ചെല്ലുവാൻ നിർബന്ധമാണ്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാത്തവൻ അവൻ ലുബ്ധനാണ് എന്ന് നമുക്ക് ഹദീസിലൂടെ റസൂലുള്ളാഹി വിവരിച്ചതായിട്ട് കാണാം. അങ്ങനെയുള്ള ലുബ്ധന്മാരിൽ പെടാത്ത രൂപത്തിൽ റസൂലുള്ളാഹിക്ക് സലാത്ത് വർദ്ധിപ്പിച്ചു
വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ഈ ദിവസം ഇത് ജുമാ ദിവസമാണ്. ജുമാ ദിവസത്തിൽ പ്രത്യേകിച്ച് എല്ലാ ജുമാ ദിവസത്തിലും റസൂൽ നമ്മോട് പ്രത്യേകിച്ച് ഉണർത്തിയതാണ്, നിങ്ങൾ എന്റെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കുക എന്ന്. ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചതായ ആയത്ത്, അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നതായ ആയത്തിന് പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമുക്ക് വഹയിലൂടെ പഠിപ്പിച്ച ഭാഗമാണ്. മൻ സല്ല അലയ്യ സലാത്തൻ വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും എന്റെ പേരിൽ ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലി അള്ളാഹുവേ റസൂലിനെ രക്ഷിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുഗ്രഹിക്കണം എന്ന് റസൂലുള്ളാഹിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക, അതാണല്ലോ സലാത്ത്. അങ്ങനെ നാം ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു ഈ ചൊല്ലിയ വ്യക്തിക്ക് 10 പ്രാവശ്യം അനുഗ്രഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷവാർത്ത നൽകിയിട്ടുണ്ട്. ഈ സന്തോഷവാർത്ത നൽകിയതായ ഹദീസ് ഇറങ്ങിയതായ സന്ദർഭത്തിൽ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്രായിട്ട് സുജൂദായി അള്ളാഹ്ക്ക് വീണു എന്ന്. അങ്ങനെ സുജൂദായി വീണതായ സ്ഥലത്തിലായിരുന്നു പിൻകാലഘട്ടത്തിൽ അബൂദർ പള്ളി എന്ന പേരിൽ നമുക്കിപ്പോൾ കൊറോണ യുഗത്തിൽ ആയത് കാരണത്താൽ ഈ ക്ലാസ് ഞാൻ ദശവർഷങ്ങളായി നടത്താറുള്ളത് ആ അബൂദർ പള്ളിയിലാണല്ലോ. ആ പള്ളിയിലേക്ക് മടങ്ങാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് തന്നെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പള്ളിയുള്ള സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ട് ചില റിപ്പോർട്ടിൽ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ഹദീസ് അഥവാ സലാത്ത് റസൂലുള്ളാഹിക്ക് ഒരു തവണ ചെയ്തവന് 10 തവണ അള്ളാഹു അനുഗ്രഹിക്കുമെന്ന ആ ഹദീസ് വഹയ്യായിട്ട് ഇറങ്ങിയതായ സ്ഥലം അതായിരുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞു വരുന്നത്, ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉള്ളതായ കടപ്പാടിന്റെ ഒരു ഭാഗമാണ് നാം റസൂലുള്ളാഹിക്ക് സലാത്ത് വർദ്ധിപ്പിക്കുക എന്നത്. ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ഭാഗമായിരുന്നു. അതിലും നാം അശ്രദ്ധരാവാൻ പാടുള്ളതല്ല. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതും ദൈനംദിനം റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലാനുള്ളതായ ഒരു ടൈം നാം കണ്ടെത്തേണ്ടതും. രാവിലെ 10 പ്രാവശ്യം, വൈകുന്നേരം 10 പ്രാവശ്യം റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലിയാലുള്ള പ്രത്യേകത പറയുന്ന ഹദീസുകളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനെല്ലാം പുറമെ നമ്മുടെ ടൈമിൽ ആ സകലം അള്ളാഹുവിന് ദിക്ർ ചെല്ലുന്നത് പോലെ, അള്ളാഹിനെ സ്മരിക്കുന്നത് പോലെ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനുള്ളതായ ടൈം നാം കണ്ടെത്തേണ്ടതാണ്. സമയം നാം കണ്ടെത്തേണ്ടതാണ്. ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നാം അശ്രദ്ധരായിട്ട് അത്തരം കാര്യങ്ങളിൽ ജീവിക്കാൻ പാടുള്ളതല്ല. കാരണം പലരും റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ പേര് പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ പറയും. പക്ഷേ അതേസമയത്ത് ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ഫിറ്റാക്കുന്ന കാര്യത്തിൽ വളരെ വളരെ ബേക്കിലാണ്, വളരെ മടിയന്മാരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തിയതായിരുന്നു. ഇന്ന് മദീനയിൽ ഡോക്ടർ അബ്ദുൽ ബൈജാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയുടെ അകത്തുള്ളതായ റസൂലുള്ളാഹിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് പിൻകാലഘട്ടത്തിൽ വന്നതായ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഇന്ന് സംസാരിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇത്തിബാ ശരിക്ക് പിന്തുടർച്ച കൈകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിച്ച്, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ഒരാൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടമാക്കേണ്ടത് അത് താഅത്തിലൂടെയാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കലിലൂടെയാണ് എന്ന് കവി പറഞ്ഞത്. അത് ഖുർആനിന്റെ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്ന ആയത്തിന്റെ തത്വമാണ് ആ പദ്യക്കാരൻ പറഞ്ഞത്. അതെന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ അനുസരിക്കുക. അപ്പോൾ ഇഷ്ടത്തെ നിങ്ങൾ സ്ഥിരീകരിക്കേണ്ടത് അനുസരണത്തിലൂടെയാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ പ്രശ്നം അനുസരണമാണ്. അനുസരണത്തിന്റെ ഒരു ഭാഗമാണ് റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലുക എന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയ, ഇതെല്ലാം ചെയ്യുന്ന സത്യവിശ്വാസികളായ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം മറക്കുന്ന, അള്ളാഹിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുന്ന, അള്ളാഹിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്ന, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്ന, അതിർവിട്ട് കടക്കാതെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്താതെ, അള്ളാഹുവിന്റെ റസൂലിനെ ഷിട്ടിയാണ്, അവർ ബശറാണ്, അവർ മനുഷ്യനാണ്, പക്ഷേ അള്ളാഹുവിന്റെ ദൈവദൂതനാണ് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്സത്തുണ്ട്. അവർ സാധാരണ മനുഷ്യനല്ല, അവർ അസാധാരണ മനുഷ്യനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച മുഅ്ജിസത്തുള്ള റിസാലത്തുള്ള വ്യക്തിത്വമാണ് എന്നത് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകേണ്ടതായ ബഹുമതി, നൽകേണ്ടതായ ബഹുമാനം നൽകി ബാലൻസ് ശരിയാക്കി അതിൽ വിട്ട് കടന്നു പോകാതെ രൂപത്തിൽ അള്ളാഹു റസൂലിനെ സ്നേഹിച്ച് ജീവിക്കുന്ന, മരിക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. മക്ക ഇമാം ഉണർത്തിയതായ ആ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ ഭൗതിക
ജീവിതത്തിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതമാക്കി മാറ്റാതെ ഭൗതികമായ ജീവിതം, ആ മത്സരം, ആ സമ്പത്ത്, ആ സമ്പാദ്യം അത് വെറും പാലം മാത്രമാണ്. ആ പാലത്തിലൂടെ പരലോകത്തിലേക്ക് എത്താനുള്ളതായ മാധ്യമമാക്കി മാറ്റാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ കേട്ടതിനെ ഒരു സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെയും ലോകത്തെയും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ പരീക്ഷണമാകുന്ന ഈ കൊറോണ യുഗത്തോട് പെട്ടെന്ന് നമുക്ക് വിടവാങ്ങാൻ, പെട്ടെന്ന് ലോകത്തിന് വിടവാങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹറമൈൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി നമുക്ക് ലോക മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ തുറന്നു തന്നു. പക്ഷേ അത് പരിപൂർണ്ണ രൂപത്തിൽ തുറന്നു കിട്ടി. ഉംറയും ഹജ്ജും മുസ്ലിം ലോകത്തിന് ചെയ്യാനുള്ള ചുറ്റുപാട് അല്ലാഹുവേ ഞങ്ങൾക്ക് പെട്ടെന്ന് നീ ഉണ്ടാക്കി തരണേ രക്ഷിതാവേ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ നാഥ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ദൂരപ്പെടുത്തണേ നാഥ. ഞങ്ങൾക്ക് പലതും നിന്നോട് പറയാണ്ട് അത് പറയാതെ അറിയുന്ന രക്ഷിതാവേ, മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞുപോലെയാക്കി മാറ്റണേ നാഥ. ഞങ്ങളുടെ ചെറുതും വലുതുമായ സർവ്വപാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ രക്ഷിതാവേ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും നീ പുറത്തു കൊടുക്കണേ രക്ഷിതാവേ. അതുപോലെ രോഗത്തെ നീ സുഖപ്പെടുത്തണേ രക്ഷിതാവേ. പ്രശ്നത്തെ പരിഹരിക്കണേ നാഥ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد علماء وحكام بلاد الحرمين سوءا اللهم فأشغله في نفسي واجعل تدميره يا حي يا قيوم. اللهم ارفع عنا البلاء والوباء. اللهم ارفع عن أمة محمد ما نزل بها من الغمة سريعا يا أرحم الراحمين يا حي يا قيوم. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.